ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും ടോസ് അക്കാദമിയിലേക്ക് സ്വാഗതം. അധ്യാപക പരിശീലന പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്നവരുടെ നമ്പർ 1 ചോയ്സാണ് ടോസ് അക്കാദമി. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസും മികച്ച ക്ലാസ്സുകളുമാണ് അക്കാദമിയുടെ ഹൈലൈറ്റ്. സെറ്റ്, നെറ്റ്, കേടെറ്റ്, HSST, HSA, LPSA തുടങ്ങിയ നിരവധിയായ പരീക്ഷകൾക്കുള്ള പരിശീലനം ഇന്ന് അക്കാദമിയിൽ ലഭ്യമാണ്. കേടെറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കേടെറ്റിൻ്റെ എല്ലാ കാറ്റഗറി, അതായത് 1, 2, 3 അതുപോലെ തന്നെ 4 അങ്ങനെ എല്ലാ കാറ്റഗറികൾക്കുമുള്ള കോച്ചിങ് നമ്മുടെ അക്കാദമിയിൽ അവൈലബിൾ ആണ്. നമ്മുടെ അക്കാദമിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് റെക്കോർഡഡ് ക്ലാസ്സസ്, PDF നോട്ട്സ്, അതുപോലെ വീക്ക്ലി മോക്ക് ടെസ്റ്റുകൾ, അതുപോലെ അധ്യാപകരുടെ ഗൈഡൻസ്, ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ്, ഇൻസ്റ്റാൾമെൻ്റായിട്ട് ഫീ അടയ്ക്കാനുള്ള സൗകര്യം, ഇതെല്ലാം നമ്മുടെ അക്കാദമിയുടെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ടോസ് അക്കാദമിക്ക് കേടെറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക സൗജന്യ ടെലിഗ്രാം ഗ്രൂപ്പും കൂടിയുണ്ട്. ഈ ടെലിഗ്രാം ഗ്രൂപ്പിലൂടെ കേടെറ്റായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും, നോട്ടിഫിക്കേഷൻസും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ദിവസേന ക്വിസുകളും ഷോർട്ട് നോട്ട്സുകളും ഈ ടെലിഗ്രാം ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്യാറുണ്ട്. സോ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ലിങ്ക് വഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ടോസ് അക്കാദമി ഒരു ഫ്രീ ഹാൻഡ് ബുക്കും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫിസിക്കൽ സയൻസിൻ്റെ ഫ്രീ ഹാൻഡ് ബുക്ക് ആവശ്യമുണ്ട് എന്ന് വിചാരിക്കുന്നവർ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പിലേക്ക് ഫ്രീ ഹാൻഡ് ബുക്ക് അയച്ചു തരുന്നതായിരിക്കും. അത് അക്കാദമിയിലെ സ്റ്റുഡൻസിന് മാത്രമല്ല, എല്ലാവർക്കുമായിട്ട് ഫ്രീ ആയിട്ടാണ് ടോസ് അക്കാദമി ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ, ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു റിവിഷൻ ക്ലാസ് ആണ്. അതായത് എക്സാം അടുത്തിരിക്കുകയാണ്. അപ്പോൾ ഏതൊക്കെ ടോപ്പിക്കുകളാണ് മെയിനായിട്ട് പഠിച്ചാൽ നമുക്ക് വിചാരിക്കുന്ന സ്കോറ് കിട്ടുക എന്നുള്ളതാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, ഫിസിക്കൽ സയൻസ് എന്ന് പറയുമ്പോൾ ഫിസിക്സിൽ നിന്നും അതുപോലെ തന്നെ കെമിസ്ട്രിയിൽ നിന്നും ക്വസ്റ്റ്യൻസ് കാണും. അപ്പോൾ ഫിസിക്സിൽ നിന്നും ഏകദേശം ഒരു 25 ക്വസ്റ്റ്യൻസും കെമിസ്ട്രിയിൽ നിന്നും അത്രയും തന്നെ ക്വസ്റ്റ്യൻസ് കാണും കേട്ടോ. അപ്പോൾ ഫിസിക്സിൽ നിന്നും കെമിസ്ട്രിയിൽ നിന്നും ഏതൊക്കെ ഭാഗങ്ങളാണ് ഈ ചുരുങ്ങിയ ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്നാണ് അടുത്ത സെഷനിൽ നമ്മൾ നോക്കുന്നത്. ഫിസിക്സ് ആണെങ്കിൽ നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് സണ്ണ്, സ്റ്റാർസ്, സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ സോളാർ എക്ലിപ്സ്, ലൂണാർ എക്ലിപ്സ്, അതുപോലെ സണ്ണിൻ്റെ ഡിഫറെൻറ്റ് ലെയേഴ്സ്, സ്റ്റാർസ്, സാറ്റലൈറ്റ്സ്, ഇതൊക്കെ നോക്കുന്നത് ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. കുറേ പേര് വിട്ട് കളയാനായിട്ട് ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ കുറച്ച് ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റ്സ് പഠിച്ചു വയ്ക്കുക, സ്ഥിരമായിട്ട് ചോദിക്കുന്നത് തന്നെയാണ്. അതുപോലെ മോഷൻ, ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉണ്ടല്ലോ, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാറുണ്ട്, അതൊന്ന് നോക്കണം. പിന്നെ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം, ന്യൂട്ടൻ്റെ 3 ലോസും അതിലെ 3rd ലോയിൽ വരുന്ന കാര്യങ്ങളും, അതുപോലെ തന്നെ റീകോയിൽ ഓഫ് ഗണ്ണും, കൺസർവേഷൻ ഓഫ് മൊമെൻറ്റവും, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ വർക്ക് ആൻഡ് എനർജി എന്ന് പറയുന്ന ടോപ്പിക്, അതായത് വർക്ക്, സീറോ വർക്ക്, നെഗറ്റീവ് വർക്ക്, പോസിറ്റീവ് വർക്ക്, അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുക. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എനർജി ഉണ്ടാകുന്നുണ്ട്, എനർജി കൺവേർഷൻ, അതുപോലെ തന്നെ ന്യൂട്ടൻ്റെ ലോസ് നമ്മൾ നേരത്തെ പറഞ്ഞു. പിന്നെ ഇത് കൂടാണ് നിങ്ങൾ ഇലക്ട്രോണിക്സും കൂടി ഒന്ന് ഫോക്കസ് ചെയ്യണം കേട്ടോ. ഇലക്ട്രോണിക്സ് എന്ന് പറയുമ്പം അതിനകത്ത് മെയിനായിട്ട് റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. അത് നമുക്ക് ഏറ്റവും ബേസ് എന്ന് തോന്നുന്ന കാര്യങ്ങളിൽ നിന്നായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. പിന്നെ കുറച്ചുകൂടി ഹയർ ലെവലിലോട്ട് പോവുകയാണെങ്കിൽ ഡയോഡ്സ് എന്താണ്, ട്രാൻസിസ്റ്റേഴ്സ്, ജനറേറ്റേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളും കൂടി ജസ്റ്റ് ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്നത് പീരിയോഡിക് ടേബിൾ നോക്കുക കേട്ടോ. അതിൻ്റെ എല്ലാ മേഖലകളും അറിഞ്ഞിരിക്കണം. പിന്നെ ആസിഡ്സ്, ബേസസ്, ഓർസ് എന്താണ്, അലോയ്സ് എന്താണ്, അതുപോലെ എക്സ്ട്രാക്ഷൻ ടെക്നിക്സ് ഉണ്ട്, മെറ്റലർജി, അതൊക്കെ നോക്കുക. പിന്നെ ഓരോ എലമെൻസിൻ്റെയും ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ മിസ്സാക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ടോപ്പിക്സാണ്. നിങ്ങൾ വേറെ പല ഭാഗങ്ങളും ഫോക്കസ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ മിസ് ചെയ്യാൻ സാധ്യതയുണ്ട്, അതാണ് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളും കൂടി ഒന്ന് ഫോക്കസ് ചെയ്യാം കേട്ടോ. ഇതിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടേക്കുന്നത്, ഐ മീൻ റിപ്പീറ്റഡ് ആയിട്ട്. ഓക്കെ, അപ്പം ഇനി നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് കിടക്കുമ്പോൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് മനസ്സിലായെന്ന് വിചാരിക്കണു. ഇനി നമ്മൾ ഇതിൻ്റെ കുറച്ച് എക്സ്പ്ലനേഷനും കാര്യങ്ങളിലോട്ടാണ് കിടക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആദ്യം തന്നെ വളരെ ബേസിക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ഒരു കോൺസെപ്റ്റാണ് പ്രഷർ.
എല്ലാവർക്കും അറിയാം പ്രഷർ എന്താണെന്ന് അല്ലേ. പ്രഷർ എന്ന് പറഞ്ഞാൽ ദ ഇഫക്റ്റ് ഓഫ് ത്രസ്റ്റ് പെർ യൂണിറ്റ് ഏരിയ, അതായത് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ആക്ട് ചെയ്യുന്ന പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ഫോഴ്സിനെയാണ് നമ്മൾ പ്രഷർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രഷറിൻ്റെ ഇക്വേഷൻ വരുന്നത് ഇങ്ങനെയാണ്: പ്രഷർ ഈക്വൽ ടു ത്രസ്റ്റ് ബൈ ഏരിയ. ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഒരു ഫോഴ്സാണ്. എങ്ങനെയുള്ള ഫോഴ്സാണ്? പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ഫോഴ്സിനെയാണ് നമ്മൾ ത്രസ്റ്റ് എന്ന് പറയാം. സോ നമുക്ക് പ്രഷർ ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ എന്നും കൂടി പറയാനായിട്ട് പറ്റും. പ്രഷറിൻ്റെ യൂണിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാംസിന് ചോദിക്കാറുണ്ട്. പാസ്കൽ, PA എന്നാണ് നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യാറ്. ഓക്കെ, അടുത്തത് പ്രഷർ ഏതൊക്കെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്രഷറിൻ്റെ ഇക്വേഷൻ നമ്മൾ കണ്ടു, ഫോഴ്സ് ബൈ ഏരിയ എന്നാണ് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് തന്നെ ക്ലിയർ ആണ് പ്രഷർ രണ്ട് ഫാക്ടേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. ആദ്യത്തേതാണ് ഫോഴ്സ്, രണ്ടാമത്തേതാണ് ഏരിയ. ഫോഴ്സ് കൂടുമ്പോൾ പ്രഷർ കൂടും, ഏരിയ കൂടുമ്പോഴോ പ്രഷർ കുറയും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം. ഇനി പ്രഷർ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ബാരോമീറ്റർ. ഇതും എക്സാമിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏത് ഡിവൈസാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിക്കാറുണ്ട്. അതിൻ്റെ ആൻസർ വരുന്നത് ബാരോമീറ്റർ. ഓക്കെ, അപ്പോൾ പ്രഷറിനെ കുറിച്ചിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ബോയൻ്റ് ഫോഴ്സിനെ കുറിച്ചിട്ടാണ്. ബോയൻ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് നമ്മളൊരു ഒബ്ജക്റ്റിനെ വെള്ളത്തിലേക്ക് മുക്കി, അപ്പോൾ എന്താ എന്നിട്ട് നമ്മളെ കൈ വിട്ടു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ, ഒബ്ജക്റ്റ് പൊങ്ങി വരുന്നത് നമ്മൾ ചില സന്ദർഭങ്ങളിൽ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന അപ്വേർഡ് ഫോഴ്സ്, ഓക്കെ, വെള്ളത്തിലായിരിക്കുമ്പോൾ ഒരു ഒബ്ജക്റ്റിന്മേ ആക്ട് ചെയ്യുന്ന മുകളിലേക്കുള്ള അപ്വേർഡ് ഫോഴ്സിനെയാണ് നമ്മൾ ബോയൻ്റ് ഫോഴ്സ് എന്ന് പറയാം. ഓക്കെ, അടുത്തൊരു കോൺസെപ്റ്റാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. വളരെ ചെറിയ ക്ലാസ് തുടങ്ങി നമ്മൾ കേട്ടിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. എന്താണ്? ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ വെള്ളത്തിലേക്ക് മുക്കുമ്പോൾ ആ ഒബ്ജക്റ്റിൻ്റെ മാസിനോട് ഈക്വലൻ്റ് ആയിട്ടുള്ള വെള്ളം പുറത്തേക്ക് പോകുന്നുണ്ട് ഇല്ലേ. ആ ഒരു പ്രിൻസിപ്പിളിനെയാണ് നമ്മൾ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്ന് പറയാം. ഓക്കെ, വെൻ എ സോളിഡ് ഒബ്ജക്റ്റ് ഈസ് ഇമ്മേഴ്സ്ഡ് ഇൻ എ ലിക്വിഡ്, സോളിഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ ലിക്വിഡിൽ നമ്മൾ മുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതുമേ ഒരു അപ്വേർഡ് ഫോഴ്സ്, അതായത് ബോയിൻ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ആ ബോയിൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ദി വെയ്റ്റ് ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ദി ഒബ്ജക്റ്റ്. ആ ഒബ്ജക്റ്റിൻ്റെ വെയ്റ്റിനോട് ഈക്വലൻ്റ് ആയിട്ടുള്ള ലിക്വിഡ് പുറത്തേക്ക് പോകുന്നുണ്ട്, അതിനോട് ഈക്വലൻ്റ് ആണ് ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന ബോയിൻ്റ് ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ. അടുത്ത ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റാണ് ഗ്രാവിറ്റേഷൻ. നമുക്കറിയാം നമ്മുടെ എർത്ത് എല്ലാ ഒബ്ജക്ട്സിനെയും അതിൻ്റെ സെൻറ്ററിലോട്ട് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഫോഴ്സിനെയാണ് നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എന്ന് പറയാം. അടുത്തതാണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് രണ്ട് ഒബ്ജക്ട്സ് കൺസിഡർ ചെയ്യാം. ഈ ഫിഗറിൽ കൊടുത്തേക്കുന്ന പോലെ ഒരു ഒബ്ജക്റ്റിൻ്റെ മാസ് മാസ് 1 എന്ന് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്, രണ്ടാമത്തെ ഒബ്ജക്റ്റിൻ്റേത് മാസ് 2 എന്ന് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഏത് ഒബ്ജക്റ്റ് ആയാലും ആ ഒബ്ജക്റ്റുകളുടെ രണ്ട് ഒബ്ജക്റ്റ് എടുത്താലും ആ ഒബ്ജക്റ്റുകളുടെ ഇടയിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ്, ഓക്കെ, ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് അവരുടെ ഇടയിലുണ്ട്. ഈ അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി പ്രൊഡക്റ്റ് ഓഫ് ദെയർ മാസസ്. ഈ രണ്ട് ഒബ്ജക്റ്റുകളുടെ മാസിൻ്റെ പ്രൊഡക്റ്റിനോട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ് എന്ന് മാത്രമല്ല ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഈ ഒബ്ജക്റ്റുകളുടെ ഇടയിലുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. എന്ന് വെച്ചാൽ മാസ് കൂടുന്തോറും ഈ ഒരു അട്രാക്ഷൻ ഇൻക്രീസ് ചെയ്യും. പക്ഷെ ഡിസ്റ്റൻസ് കൂടുന്തോറും എന്താ സംഭവിക്കുക? അട്രാക്ഷൻ കുറഞ്ഞാണ് വരിക. മനസ്സിലായല്ലോ? ഇതാണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ. ഈ ലോ കൊണ്ടുവന്നത് ന്യൂട്ടൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. ഓക്കെ, തെറ്റിക്കില്ലല്ലോ. അപ്പോൾ ഈ അട്രാക്റ്റീവ് ഫോഴ്സിന് ഒരു ഇക്വേഷൻ വരുന്നുണ്ട്. F ഈസ് ഈക്വൽ ടു G ഇൻറ്റു M1
m2 ഡിവൈഡഡ് ബൈ r². ഇതാണ് ഇക്വേഷൻ. m1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒബ്ജക്റ്റിൻ്റെ മാസ്, m2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഒബ്ജക്റ്റിൻ്റെ മാസ്, r എന്ന് പറഞ്ഞാൽ അവരുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് കൂടുമ്പോൾ എന്താ സംഭവിക്കുക? ഫോഴ്സ് കുറയും. ഓക്കെ, അട്രാക്റ്റീവ് ഫോഴ്സ് കുറയും. മാസ് കൂടുമ്പോൾ എന്താ സംഭവിക്കുക? അട്രാക്റ്റീവ് ഫോഴ്സ് കൂടും. അതാണ് നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് മനസ്സിലാവുക. ഇതിൽ ക്യാപിറ്റൽ G എന്ന് പറഞ്ഞാൽ അതൊരു കോൺസ്റ്റൻ്റ് ആണ്. ആ കോൺസ്റ്റൻറ്റിനൊരു പേര് നമ്മൾ പറയും ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്. ഓക്കെ, അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നുള്ളത്. ഓക്കെ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ആൻഡ് യൂഷ്വലി നമ്മൾ G എന്ന് പറയുന്ന സ്മോൾ ലെറ്റർ G എന്ന് പറയുന്ന ഈ ഒരു ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യാം. അത് പ്രത്യേകിച്ച് ഒന്നുമല്ല, ഏത് ഒബ്ജക്റ്റ് ആയാലും നമ്മൾ മുകളിലേക്ക് എറിഞ്ഞാൽ അത് താഴേക്ക് വരുന്നുണ്ട്. അപ്പോൾ താഴേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുക? താഴേക്ക് വരാൻ കാരണം എന്താ? എർത്തിൻ്റെ ഗ്രാവിറ്റിയാണ്. ഓക്കെ, അപ്പോൾ എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണമാണ് ഒബ്ജക്റ്റ് താഴേക്ക് വരുന്നത്. അതിന് താഴേക്ക് വരുന്ന ഒബ്ജക്റ്റിന് എന്തുണ്ട്? ആക്സിലറേഷൻ ഉണ്ട്. അപ്പോൾ എർത്തിൻ്റെ ഗ്രാവിറ്റി കാരണം ആ ഒബ്ജക്റ്റിന് ഉണ്ടാകുന്ന ആക്സിലറേഷനെയാണ് നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയും. ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റീൻ്റെ വാല്യൂ വരുന്നത് 9.8 m/s². പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു വാല്യൂ ആണ് യൂസ് ചെയ്യാം. ചില കേസിൽ നമ്മൾ 9.8ന് പകരം 10 എടുക്കാറുണ്ട്. അത് 10 എടുക്കണം എന്ന് നമ്മുടെ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ 10 യൂസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ 9.8 എന്നുള്ള വാല്യൂ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റീൻ്റെ ഇക്വേഷൻ വരുന്നത് ഇതാണ്, Gm/r². ഇതാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റീൻ്റെ ഇക്വേഷൻ വരുന്നത്. ഇതിൽ G എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ആണ്. ഇനി ക്യാപിറ്റൽ M എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ മാസാണ്. ഇനി ക്യാപിറ്റൽ R എന്ന് പറഞ്ഞാൽ നമ്മുടെ എർത്തിൻ്റെ റേഡിയസ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ ഒരു ഇക്വേഷൻ, അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റീൻ്റെ ഇക്വേഷൻ ഏതൊക്കെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, എർത്തിൻ്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ എർത്തിൻ്റെ റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയും ഫാക്ടേഴ്സിനെയാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒബ്ജക്റ്റിൻ്റെ മാസിനെയും അതുപോലെ ഒബ്ജക്റ്റിന് എർത്തും ഒബ്ജക്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ ഒന്നും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. വിച്ച് മീൻസ് എത്ര ചെറിയ ഒബ്ജക്റ്റ് ആയാലും അല്ലെങ്കിൽ എത്ര വലിയ ഒബ്ജക്റ്റ് ആയാലും എല്ലാ ഒബ്ജക്ട്സിനും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്തായിരിക്കും? സെയിം ആയിരിക്കും. കാരണം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഒബ്ജക്റ്റുകളുടെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പിന്നെ ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? നമ്മുടെ എർത്തിൻ്റെ മാസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ചെറിയ ഒബ്ജക്റ്റ് ആയാലും വലിയ ഒബ്ജക്റ്റ് ആയാലും എല്ലാവർക്കും സെയിം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിരിക്കും. ഓക്കെ, ഇനി ഇക്വേറ്ററിലാണോ പോൾസിലാണോ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടുതൽ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇക്വേറ്റർ എന്ന് പറയുമ്പോൾ എർത്തിൻ്റെ സെൻറ്ററിലൂടെ പോകുന്ന ഈ ഒരു ലൈനാണ്. അപ്പോൾ എർത്തിൻ്റെ സെൻറ്റർ എന്ന് പറയുമ്പോൾ അവിടെ റേഡിയസ് എന്താണ്? കൂടുതലാണ്. ഓക്കെ, സോ റേഡിയസ് കൂടുമ്പോൾ എന്താ സംഭവിക്കുക? 6 ഡിനോമിനേറ്ററിലാണ് കിടക്കുന്നത് അല്ലേ? അപ്പോൾ റേഡിയസ് കൂടുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയും. സോ ഇക്വേറ്ററിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറവായിരിക്കും. പോൾസിലായിരിക്കും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റീൻ്റെ വാല്യൂ കൂടുതൽ. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം. കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി എന്ന് പറയുമ്പോൾ നമ്മുടെ കോൾ, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ് ഇതൊക്കെയാണ് അതിനകത്ത് വരിക. എന്താണ് കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി എന്ന് വെച്ചാൽ നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി സോഴ്സുകളെയാണ് നമ്മൾ കൺവെൻഷണൽ എനർജി സോഴ്സസ് എന്ന് പറയാം. എന്ന് വെച്ചാൽ നമുക്കതിനെ റിന്യൂ ചെയ്യാൻ പറ്റില്ല. നമ്മൾ പരമ്പരാഗതമായിട്ട് യൂസ് ചെയ്യുന്നവയാണ് അവരെല്ലാം നശിച്ചു പോകാറായി. ഓക്കെ, ഇനി നമുക്ക് അവരെ ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ കോടാനുകൂടി കൊല്ലങ്ങൾ കഴിയണം. ഓക്കെ, സോ അവരുടെ എമൗണ്ട് കഴിയാറായിട്ടുണ്ട്. അങ്ങനെ നമുക്ക് റിന്യൂ ചെയ്തെടുക്കാൻ പറ്റാത്ത എനർജി സോഴ്സുകളെയാണ് കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി എന്ന് നമ്മൾ പറയുന്നത്. അടുത്തതാണ് നോൺ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി.
എന്ന് വെച്ചാൽ റിന്യൂ ചെയ്തെടുക്കാൻ പറ്റുന്ന എനർജി സോഴ്സുകളെയാണ് നമ്മൾ നോൺ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി എന്ന് പറയുന്നത്. എക്സാമ്പിൾ സോളാർ എനർജി, വിൻഡ് എനർജി, ഇതെല്ലാം നമ്മുടെ സണ്ണുള്ളിടത്തോളം സോളാർ എനർജി ഉണ്ടാകും, അതുപോലെ വിൻഡ് എനർജി കാണും. ഓക്കെ, ഇവരൊന്നും പെട്ടെന്ന് നശിച്ചു പോകാനൊന്നും പോണില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവരെ നോൺ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി അല്ലെങ്കിൽ റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് ഒന്ന് എല്ലാവരും നോക്കി വെച്ചേക്കാം. നെക്സ്റ്റ് വരുന്നത് റെയിൻബോ. റെയിൻബോയിൽ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് അടുത്തത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. റെയിൻബോ എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ? മഴവില്ല്. അപ്പോൾ മഴവില്ലിൻ്റെ ഈ ഒരു ഫിഗർ നോക്കിക്കേ, അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ആർക്കിൽ റെഡ് കളറാണ്, ഏറ്റവും ഉള്ളിൽ എന്താ വന്നിരിക്കുന്നത് വയലറ്റ് ആണ്. ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കാട്ടോ, ഒരു പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. റെയിൻബോൻ്റെ ഔട്ടർ മോസ്റ്റ് ആർക്കിൽ ഏത് കളറാണ് വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓർത്തിരിക്കുക, റെഡ് കളറാണ്, വയലറ്റ് ഉള്ളിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ റെയിൻബോയിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ഫിഗറിൽ വരുന്നത്. ശരിക്കും റെയിൻബോ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ, അന്തരീക്ഷത്തിൽ മഴത്തുള്ളികൾ ഉണ്ടെങ്കിൽ ഈ മഴത്തുള്ളികളിലോട്ട് സൺലൈറ്റ് വന്ന് ഇൻസിഡൻ്റ് ആകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അത് കാരണമാണ് റെയിൻബോ ഉണ്ടാകുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ നമുക്ക് അറിയാം വൈറ്റ് ലൈറ്റ് എന്ന് പറയുമ്പോൾ ഒത്തിരി കളേഴ്സ് അല്ലെങ്കിൽ 7 കളേഴ്സ് ഉണ്ടല്ലോ. വിബ്ജിയോർ എന്ന് പറഞ്ഞാൽ ഇത്രയും കളേഴ്സാണ് നമ്മുടെ റെയിൻബോയിൽ ഉള്ളത്. അപ്പോൾ ഇവരെല്ലാം ചേർന്നിട്ടാണ് നമ്മുടെ വൈറ്റ് ലൈറ്റ് അല്ലെങ്കിൽ വൈറ്റ് കളർ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വൈറ്റ് ലൈറ്റും പല കളേഴ്സായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന ഒരു ഫിനോമിനൻ ഉണ്ട്. അതിനെയാണ് നമ്മൾ ഡിസ്പേർഷൻ എന്ന് പറയാം. ഓക്കെ, സോ ഈ ഒരു ഫിനോമിനൻ കാരണമാണ് റെയിൻബോ ഉണ്ടാകുന്നത്. അതായത് സൺലൈറ്റ് റെയിൻ ഡ്രോപ്സിൽ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ ആ റെയിൻ ഡ്രോപ്സിൻ്റെ ഉള്ളിൽ റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഡിസ്പേർഷൻ എന്നൊക്കെ പറയുന്ന ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് ഈ 7 കളേഴ്സിനെ നമ്മൾ കാണുന്നത്. ഔട്ടർ മോസ്റ്റ് ആർക്കിൽ നമുക്ക് റെഡ് ലൈറ്റ് ആയിരിക്കും, ഉള്ളിലായിരിക്കും വയലറ്റ് അല്ലെങ്കിൽ ബ്ലൂ ലൈറ്റൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ റെയിൻബോയിൽ നമുക്കറിയാം 7 കളേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ റെയിൻബോ ഫോർമേഷൻ നമുക്ക് 7 സ്റ്റെപ്സിൽ എങ്ങനെ പറയാമെന്ന് നോക്കാം. ആദ്യം സൺലൈറ്റ് റെയിൻ ഡ്രോപ്പിൽ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ലൈറ്റുകൾ എന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്ത് പോകും. ബാക്കി ലൈറ്റുകൾ എന്ത് ചെയ്യും? റിഫ്രാക്റ്റ് ചെയ്യും. റിഫ്രാക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, ഇതൊരു ഒബ്ജക്റ്റാണ്. റിഫ്ലക്റ്റ് ചെയ്ത് പോകുക എന്ന് പറഞ്ഞാൽ ഇവിടെ തട്ടിയിട്ട് അത് തിരിച്ച് ഇങ്ങനെ പോകുന്നതിനെയാണ് നമ്മൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ലൈറ്റ് ഇങ്ങനെ വന്നു, ചെറുതായിട്ട് ലൈറ്റ് ബെൻഡ് ചെയ്ത് ആ ഒബ്ജക്റ്റിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുന്ന പ്രോസസ്സാണ് റിഫ്രാക്ഷൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു റെയിൻ ഡ്രോപ്പ്ലെറ്റ് സൺലൈറ്റ് വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ കുറച്ചൊക്കെ സൺലൈറ്റ് എന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്ത് പോകും. ബാക്കിയുള്ള സൺലൈറ്റിന് എന്താ സംഭവിക്കുക? റിഫ്രാക്ഷൻ, അതായത് ആ ഒരു ഒബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ റെയിൻ ഡ്രോപ്പിൻ്റെ ഉള്ളിലൂടെയാണ് ഇത് കടന്നു പോകും. അങ്ങനെ കടന്നു പോകുമ്പോൾ എന്താ സംഭവിക്കാം? അതിലുള്ള വൈറ്റ് ലൈറ്റ് എന്ത് ചെയ്യും? അതിൻ്റെ കമ്പോണൻറ്റ് കളേഴ്സായിട്ട് ബാക്കി 7 കളേഴ്സായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ആ ഫിനോമിനനെയാണ് നമ്മൾ ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിനുശേഷം പിന്നെയും ആ റെയിൻ ഡ്രോപ്പിൻ്റെ ഉള്ളിൽ ലൈറ്റിന് റിഫ്ലക്ഷൻ സംഭവിക്കുന്നുണ്ട്. സോ റെയിൻ ഡ്രോപ്പിൻ്റെ ഉള്ളിൽ തന്നെ റിഫ്ലക്ഷൻസ് കുറേ പ്രാവശ്യം നടക്കുന്നതുകൊണ്ട് ആ ഫിനോമിന നമുക്ക് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറയാം. ഓക്കെ, പിന്നെയും അതിൻ്റെ ഉള്ളിൽ റിഫ്രാക്ഷനും നടക്കുന്നുണ്ട്, ഡിസ്പേർഷനൊക്കെ നടക്കുന്നുണ്ട്. ഇങ്ങനെയാണ് റെയിൻബോൻ്റെ ഫോർമേഷൻ വരുന്നത്. അപ്പോൾ റെയിൻബോയിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്? റിഫ്ലക്ഷൻ ഉണ്ടാകുന്നുണ്ട്, റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ട്, ഡിസ്പേർഷൻ നടക്കുന്നുണ്ട്, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് റെയിൻബോൻ്റെ ഉള്ളിൽ നടക്കുന്നത്. റെയിൻബോൻ്റെ ഔട്ടർ മോസ്റ്റ് ആർക്കിൽ റെഡ് കളറാണ്, ഇന്നർ മോസ്റ്റ് ആർക്കിൽ വയലറ്റ് കളറാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് കോമൺ ഡിഫക്ട്സ് ഓഫ് ഐ. നമ്മുടെ ഹ്യൂമൻ ഐ, ഓക്കെ, മനുഷ്യൻ്റെ കണ്ണിൽ വരാൻ സാധ്യതയുള്ള കുറച്ച് ഡിഫക്ട്സും ആ ഡിഫക്ട്സിനെ എങ്ങനെ ക്യൂർ ചെയ്യാം, ഏത് ലെൻസ് വെച്ചിട്ട് ക്യൂർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ഡിഫക്റ്റാണ് ഷോർട്ട് സൈറ്റ്. ഷോർട്ട് സൈറ്റിനെ തന്നെ പറയുന്ന പേരാണ് മയോപ്പിയ. ഓക്കെ, ഷോർട്ട് സൈറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ എന്താണ്? അടുത്തുള്ള ഒബ്ജക്ട്സിനെ ആയിരിക്കും നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുക. അകലെയുള്ള ഒബ്ജക്ട്സ് കുറച്ചുകൂടി ബ്ലറായിട്ടാണ് നമുക്ക് തോന്നുക.
സോ ആ ഒരു ഡിഫക്റ്റിനെയാണ് നമ്മൾ ഷോർട്ട് സൈറ്റ് എന്ന് പറയുക. അപ്പോൾ ഈ ഷോർട്ട് സൈറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് കോൺകേവ് ലെൻസാണ് നമ്മൾ യൂസ് ചെയ്യുക. നമ്മൾ വെക്കുന്ന സ്പെക്സിൽ കോൺകേവ് ലെൻസ് വെച്ചിട്ടാണ് ഈ ഒരു ഡിഫക്റ്റിനെ നമ്മൾ ക്യൂർ ചെയ്യുന്നത്. അടുത്ത ഡിഫക്റ്റാണ് ലോങ് സൈറ്റ് അല്ലെങ്കിൽ ഹൈപ്പർ മെട്രോപ്പിയ. എന്ന് വെച്ചാൽ നമുക്ക് അകലെയുള്ള ഒബ്ജക്ട്സിനെ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും, അടുത്തുള്ള ഒബ്ജക്ട്സിന് അത്ര ക്ലിയർ ഒന്നും ആയിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ ഇതിനെയാണ് ലോങ് സൈറ്റ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലെൻസാണ് കോൺവെക്സ് ലെൻസ്. ഓക്കെ, അടുത്തൊരു കോൺസെപ്റ്റാണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. ഇത് കണ്ണിൻ്റെ ഡിഫക്റ്റിൽ വരുന്നതല്ല കേട്ടോ, ഇത് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറഞ്ഞാലും ഒന്നുമില്ല, ഒരു ഒബ്ജക്റ്റിലോട്ട് നമ്മൾ നോക്കി, പിന്നെ നമ്മൾ ആ ഒബ്ജക്റ്റിൽ നിന്ന് നമ്മൾ കണ്ണൊന്ന് എടുത്തു, പക്ഷെ എന്നാലും കുറച്ച് നേരത്തേക്കെങ്കിലും ആ ആദ്യം കണ്ട ഒരു ഒബ്ജക്റ്റിൻ്റെ ഇമേജ് നമ്മുടെ മൈൻഡിൽ വരുന്നുണ്ട് അല്ലേ? നിങ്ങൾക്കതൊന്ന് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കുറച്ച് നേരത്തേക്കെങ്കിലും ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ഇമേജ് നമ്മുടെ ബ്രെയിനിൽ സേവ് ആവുന്നുണ്ട്. ഇതിനെയാണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത്. ഇത് ഏകദേശം ഒരു സെക്കൻഡിൻ്റെ 1/16 ഓഫ് ടൈമിൽ മാത്രമാണ് ഈ ഒരു വിഷൻ നമ്മുടെ കണ്ണിൽ ഇങ്ങനെ നിൽക്കുക. ഇപ്പോൾ സിനിമാറ്റോഗ്രാഫി അല്ലെങ്കിൽ ഈ ക്യാമറ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ സ്റ്റില്ലായിട്ടുള്ള ഇമേജസ് നമ്മൾ പെട്ടെന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ടല്ലേ? അപ്പോൾ അതിൽ സംഭവിക്കുന്നത് ഇതാണ്, പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്നാണ് നമ്മൾ പറയും. ഒരു ഒബ്ജക്റ്റിനെ നോക്കിയിട്ട് ആ ഒബ്ജക്റ്റിൽ നിന്നും നമ്മൾ കണ്ണെടുത്താൽ ആ ഒബ്ജക്റ്റിൻ്റെ ഇമേജ് കുറച്ച് നേരമെങ്കിലും നമ്മുടെ മൈൻഡിൽ ഉണ്ടാകുന്നുണ്ട്. അതിനെയാണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് നമ്മൾ പറയാം. ഇനി നമ്മൾ ഫിസിക്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗത്തേക്ക് കടക്കുവാണ്, അതായത് ഇലക്ട്രോണിക്സ്. ഓക്കെ, ഇലക്ട്രോണിക്സിൽ നമുക്ക് കുറച്ച് കോമൺ ആയിട്ട് എക്സാമിന് ചോദിക്കാറുള്ള കാര്യങ്ങൾ നോക്കാം. ആദ്യത്തേതാണ് റെസിസ്റ്റർ. വാട്ട് ഈസ് റെസിസ്റ്റർ? ഇപ്പോൾ റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു സർക്യൂട്ടിൽ കൂടെ കറണ്ട് ഭയങ്കരമായിട്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ ആ സർക്യൂട്ടിലുള്ള ഡിവൈസുകളൊക്കെ കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ? സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന, അങ്ങനെ ഡിവൈസുകൾ കേടാകാണ്ടൊക്കെ ഇരിക്കാൻ, അല്ലെങ്കിൽ ഈ ഒരു കറണ്ടിൻ്റെ ഫ്ലോനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസാണ് റെസിസ്റ്റർ. ഓക്കെ, റെസിസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞാൽ തടസ്സം എന്നാണ് മീനിങ്. സോ കറണ്ടിൻ്റെ മൂവ്മെൻറ്റിന് തടസ്സം സൃഷ്ടിക്കുന്ന ആൾക്കാരാണ് ഈ റെസിസ്റ്റർ. സോ അവർ കറണ്ടിൻ്റെ ഫ്ലോനെ ജസ്റ്റ് ഒന്ന് കൺട്രോൾ ചെയ്യും. ഓക്കെ, ഇനി റെസിസ്റ്റൻസ്, കറണ്ട്, വോൾട്ടേജ് ഇതിനെല്ലാം കണക്ട് ചെയ്യുന്ന റിലേഷനാണ് V=I/R. ഇതിനെ നമ്മൾ ഓംസ് ലോ എന്നാണ് പറയാം, ഓംസ് ലോ. ഓക്കെ, അതായത് വോൾട്ടേജും കറൻറ്റും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. ഓക്കെ, അതാണ് ഓംസ് ലോ പറയുന്നത്. അപ്പോൾ ഓംസ് ലോൻ്റെ ഗ്രാഫ് ചോദിച്ചാൽ, VI ഗ്രാഫ് ചോദിച്ചാൽ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈനാണ് നമുക്ക് വരിക, കാരണം വോൾട്ടേജും കറൻറ്റും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണല്ലോ. ഇനി റെസിസ്റ്ററിനെ നമുക്കൊരു സർക്യൂട്ടിൽ രണ്ട് രീതിയിൽ കണക്ട് ചെയ്യാം. ആദ്യത്തേതാണ് സീരീസ് കണക്ഷൻ, രണ്ടാമത്തേത് പാരലൽ കണക്ഷൻ. സീരീസ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാ ഇതുപോലെ, അതായത് നോക്കിക്കേ, റെസിസ്റ്റർ ഇതാ നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്യുന്നതിനെയാണ് സീരീസ് കണക്ഷൻ എന്ന് പറയും. അതായത് ഒന്നിൻ്റെ പിന്നാലെ അടുത്ത റെസിസ്റ്റർ ആയിരുന്നു, ഇങ്ങനെയുള്ള കണക്ഷനെയാണ് നമ്മൾ സീരീസ് കണക്ഷൻ എന്ന് പറയാം. ഓക്കെ, ഇനി ഇതിൽ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഈ ഓരോ റെസിസ്റ്റൻസിൻ്റെ വാല്യൂസിനെ തമ്മിൽ ആഡ് ചെയ്താൽ ആ ഒരു സർക്യൂട്ടിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് നമുക്ക് കിട്ടും. ഓക്കെ, സോ സീരീസ് കണക്ഷനിൽ കണക്ട് ചെയ്യുമ്പോഴാണ് ആ ഒരു സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് കൂടുതൽ വാല്യൂവിൽ എത്തി നിൽക്കുക. ഓക്കെ, അടുത്തൊരു കണക്ഷനാണ് പാരലൽ കണക്ഷൻ. പാരലൽ കണക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, അതാ ഇങ്ങനെ ഈ രീതിയിൽ കണക്ട് ചെയ്യുന്നതിനെയാണ് പാരലൽ കണക്ഷൻ എന്ന് പറയും. നേരത്തെ നമ്മൾ സീരീസിൽ കണ്ട പോലെ അല്ലല്ലോ, നമുക്കൊരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നില്ലേ? ഈ രീതിയിൽ കണക്ട് ചെയ്യുന്നതിനെയാണ് പാരലൽ കണക്ഷൻ എന്ന് പറയാം. ഇവിടെ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതിന് വേറൊരു ഇക്വേഷനാണ്, അതായത് 1/R ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3 പ്ലസ് എക്സിട്ര. ഇങ്ങനെയാണ് നമ്മൾ ഇവിടുത്തെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ പാരലലിൽ കണക്ട് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കുറവായിരിക്കും, സീരീസിൽ കണക്ട് ചെയ്യുമ്പോഴാണ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കൂടുതലായിട്ട് നിൽക്കുക. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു പോയിന്റിലോട്ട് പോകാം.
ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്താണെന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? ഈ വേവ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഇലക്ട്രിക് ഫീൽഡും അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡും കമ്പൈൻഡ് ആയിട്ടുള്ള വേവ്സ് ആണ്. അതായത് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് വേവ്സും ഒരുമിച്ചുള്ള ഇലക്ട്രിക് കമ്പോണൻറ്റ് അല്ലെങ്കിൽ മാഗ്നറ്റിക് കമ്പോണൻറ്റ് ഇത് രണ്ടുമുള്ള വേവ്സിനെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത്. 7 ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ് ഉള്ളത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കും. അതുപോലെ തന്നെ അവരുടെ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിക്കും. അതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ ഒന്ന് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ 7 ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത്. ആദ്യത്തേത് റേഡിയോ വേവ്, അതിനുശേഷം മൈക്രോവേവ്, ഇൻഫ്രാറെഡ്, വിസിബിൾ ലൈറ്റ്, UV റേസ്, എക്സ് റേസ് ആൻഡ് ഗാമ റേസ്. ഓക്കെ, ഇനി ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും വേവ് ലെങ്ത് കൂടുതൽ റേഡിയോ വേവ്സിനാണ്. പിന്നീട് ഇങ്ങോട്ടേക്ക് ചെല്ലും തോറും വേവ് ലെങ്ത് കുറഞ്ഞാണ് വരുന്നത് അല്ലേ? അപ്പോൾ ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളത് റേഡിയോ വേവ്സിനാണ്, അതിനുശേഷം മൈക്രോവേവ്സിനാണ്, ദെൻ ഇൻഫ്രാറെഡ്, പിന്നെ വിസിബിൾ ലൈറ്റ്, ദെൻ UV, എക്സ്റേ, ഏറ്റവും കുറവ് വേവ് ലെങ്ത് ഉള്ളത് ഗാമ റേസിനാണ്. ഇനി ഫ്രീക്വൻസി കൂടുതലുള്ളത് ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഗാമ റേസിനാണ് ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ളത്. ഏറ്റവും കുറവ് ഫ്രീക്വൻസി ഉള്ളത് റേഡിയോ വേവ്സിനാണ്. അതായത് വേവ് ലെങ്ത്തും അതുപോലെ തന്നെ ഫ്രീക്വൻസിയും ദേ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസി കൂടുമ്പോൾ വേവ് ലെങ്ത്ത് കുറയും, അല്ലെങ്കിൽ വേവ് ലെങ്ത്ത് കൂടുമ്പോൾ ഫ്രീക്വൻസി അവിടെ കുറവായിരിക്കും. അപ്പോൾ റേഡിയോ വേവ്സിന് വേവ് ലെങ്ത്ത് കൂടുതലും ഫ്രീക്വൻസി കുറവുമായിരിക്കും. ഗാമ റേസിന് ഫ്രീക്വൻസി കൂടുതലും അതുപോലെ തന്നെ വേവ് ലെങ്ത്ത് കുറവായിരിക്കും. ഓക്കെ, ഇനി ആരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഓസിലേറ്റിംഗ് ചാർജസ്, ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാർജുകളാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് കേട്ടോ. ഇപ്പോൾ ഒരു റെസ്റ്റിലിരിക്കുന്ന ചാർജ് ആണെങ്കിൽ അത് ഇലക്ട്രിക് ഫീൽഡ് മാത്രമേ ഉണ്ടാക്കുള്ളൂ എന്ന് നമുക്കറിയാം. മൂവ് ചെയ്യുന്ന ചാർജസ് ആണ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നത്. ഇനി ഒരു വേവിൽ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് കമ്പോണൻസ് വരണമെന്നുണ്ടെങ്കിൽ ചാർജസ് ഓസിലേറ്റ് ചെയ്യുന്നതായിരിക്കണം. ഓക്കെ, ഓസിലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ടു ആൻഡ് ഫ്രോ മോഷനെയാണ് നമ്മൾ ഓസിലേഷൻ എന്ന് പറയാം. അപ്പോൾ ഓസിലേറ്റിംഗ് ചാർജസ് ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുക. ആ ഒരു പോയിൻറ്റും കൂടി എല്ലാവരും നോട്ട് ചെയ്ത് വെക്കണം. ഇനി നമുക്കിതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. ഇവരുടെ പ്രോപ്പർട്ടീസ് നോക്കാം. ആദ്യത്തെ പ്രോപ്പർട്ടി ഇതാണ്: ഓൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആർ ട്രാൻസ്വേഴ്സ് വേവ്. എന്താണ് ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറഞ്ഞാൽ? ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾസിൻ്റെ വൈബ്രേഷൻ. നമുക്കറിയാം എല്ലാ വേവ്സിലും പാർട്ടിക്കിൾസ് ഉണ്ടല്ലേ. സോ ട്രാൻസ്വേഴ്സ് വേവിലുള്ള പാർട്ടിക്കിൾസ് അവർ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും വൈബ്രേറ്റ് ചെയ്യുക. അതായത് ഈ ഒരു ഡയറക്ഷനിലാണ് വേവ് പോകുന്നതെങ്കിൽ അതിലുള്ള പാർട്ടിക്കിൾസ് ആ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും വൈബ്രേറ്റ് ചെയ്യുക, ലൈക്ക് ദിസ്. ഓക്കെ, സോ അങ്ങനെയുള്ള വേവ്സ് ആണ് ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത് ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആണ്, ലോങ്ജിറ്റ്യൂഡിനൽ വേവ് അല്ല. അടുത്തത്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന് ഒരു മീഡിയം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവർക്ക് ട്രാവൽ ചെയ്യാനായിട്ട് മീഡിയത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ല. ഇനി ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ വാക്വത്തിലുള്ള അല്ലെങ്കിൽ ഒരു സ്പേസിലുള്ള അവരുടെ സ്പീഡ് എന്ന് പറയുന്നത് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. അതായത് സ്പേസിൽ അല്ലെങ്കിൽ വാക്വത്തിൽ നമ്മൾ ഈ പറഞ്ഞ 7 ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനും ഒരേ സ്പീഡാണ്. എത്രയാണ് അവരുടെ സ്പീഡ്? 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. സ്പേസ് അല്ലെങ്കിൽ വാക്വത്തിൽ അവർക്ക് എല്ലാവർക്കും ഒരേപോലത്തെ സ്പീഡാണ്. ദർ സ്പീഡ് ഈസ് കോൺസ്റ്റൻറ്റ് ഇൻ വാക്വം. ഇനി അവരിതാ നമുക്കറിയാം വേവ് ഇക്വേഷൻ. ആ വേവ് ഇക്വേഷനെ ഒബേ ചെയ്യുന്ന വേവ്സ് ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. എന്തായിരുന്നു വേവ് ഇക്വേഷൻ എന്ന് പറയുന്നത്? V = F λ.
വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്, എഫ് എന്ന് പറഞ്ഞാൽ ആ വേവിൻ്റെ ഫ്രീക്വൻസി, ലാംഡ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേവ് ലെങ്ത് ആണ്. ഓക്കെ, സോ ഇവരുടെ വെലോസിറ്റി എന്ന് പറയുന്നത് it is directly proportional to frequency and also directly proportional to the wavelength. ഇനി ഇവരൊരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ അവരുടെ ഫ്രീക്വൻസിക്ക് അവിടെ ചേഞ്ച് ഒന്നും ഇല്ല. പിന്നെ ഏതിനാണ് ചേഞ്ച് വരുന്നത്? വേവ് ലെങ്ത്ത് മാറും, അതുകൊണ്ട് അവരുടെ സ്പീഡും ചേഞ്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്കാണ് അവർ ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ഫ്രീക്വൻസിക്ക് മാറ്റമൊന്നുമില്ല, വേവ് ലെങ്ത്തും സ്പീഡുമാണ് ചേഞ്ച് ചെയ്യുക. അതായത് വേവ് ലെങ്ത്ത് കൂടുമ്പോൾ സ്പീഡ് അവിടെ കൂടും, വേവ് ലെങ്ത്ത് കുറയുമ്പോൾ സ്പീഡ് കുറയും. എവിടെയാണിത് സംഭവിക്കുന്നത്? ഒരു മീഡിയത്തിലൂടെയാണ് ഇവർ പോകുന്നതെങ്കിൽ ഓക്കെ, സ്പേസിൽ എല്ലായിടത്തും അവരുടെ സ്പീഡ് കോൺസ്റ്റൻ്റ് ആണ്. നമ്മൾ കെമിസ്ട്രിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് പോകുവാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പീരിയോഡിക് ടേബിൾ. ഓക്കെ, കെമിസ്ട്രീൻ്റെ ബേസ് എന്ന് പറയുന്നത് തന്നെ പീരിയോഡിക് ടേബിളാണ്. അപ്പോൾ ഈ പീരിയോഡിക് ടേബിളിൽ നിന്ന് തന്നെ പല രീതിയിലും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ പീരിയോഡിക് ടേബിൾ നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ പീരിയോഡിക് ടേബിൾ. അപ്പോൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്, അതുപോലെ 13, 14, 15 ഇങ്ങനെയുള്ള ഓരോ പീരീഡിലും ഉള്ള അല്ലെങ്കിൽ ഗ്രൂപ്പിലുള്ള എലമെൻറ്റ്സ് അറിഞ്ഞിരിക്കണം. മാക്സിമം എലമെൻറ്റ്സ് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അതുപോലെ ലാൻത്തനൈഡ് സീരീസിലും ആക്റ്റിനൈഡ് സീരീസിലും വരുന്ന എലമെൻറ്റ്സ്, അതുപോലെ നോബിൾ ഗ്യാസസ്, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് പഠിച്ചിരിക്കുക കേട്ടോ. നമുക്ക് പീരിയോഡിക് ടേബിളിൻ്റെ കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കാം. നമ്മൾ നേരത്തെ കണ്ടു, ഒരു പീരിയോഡിക് ടേബിൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് റോസ് ഉണ്ട്, അതുപോലെ കോളംസ് ഉണ്ട്. അതുപോലെ ഒരു എലമെൻറ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കെമിക്കൽ സിമ്പൽ യൂസ് ചെയ്തിട്ടുണ്ട്. ആ സിമ്പലിൻ്റെ മുകളിലായിട്ടൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിനെ നമ്മൾ അറ്റോമിക് നമ്പർ എന്ന് പറയും. ഇനി പീരിയോഡിക് ടേബിൾ, ശരിക്കുള്ള പീരിയോഡിക് ടേബിൾ നോക്കിയാൽ ആ എലമെൻറ്റിൻ്റെ താഴെ വേറൊരു നമ്പർ കൊടുത്തിട്ടുണ്ടാകും, അത് ആ എലമെൻറ്റിൻ്റെ അറ്റോമിക് വെയിറ്റ് ആയിരിക്കും. റോയിനെ നമ്മൾ പറയുന്നതാണ് പീരീഡ്, അതുപോലെ കോളത്തിനെ പറയുന്നതാണ് ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പീരിയോഡിക് ടേബിളിൻ്റെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നോക്കിക്കേ, മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ. അപ്പോൾ 1869 മെൻഡലീവ് എന്ന് പറയുന്ന ഒരു റഷ്യൻ കെമിസ്റ്റ് പീരിയോഡിക് ടേബിളിലെ, അതായത് അന്നേരം അവൈലബിൾ ആയിട്ടുള്ള എലമെൻസിനെയെല്ലാം അവരുടെ അറ്റോമിക് മാസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ആ ഒരു ഓർഡറിലാണ് അറേഞ്ച് ചെയ്തത്. അതായത് ഒരു ടേബിൾ ഉണ്ടാക്കി, എന്നിട്ട് അന്നേരം അവൈലബിൾ ആയിട്ടുള്ള എലമെൻസിനെല്ലാം മാസ് കൂടുന്ന ക്രമം അനുസരിച്ച്, ഓക്കെ, ഇൻക്രീസിങ് അറ്റോമിക് മാസിന് ഉള്ള ആ ഒരു രീതിയിലാണ് ആൾ പീരിയോഡിക് ടേബിളിനെ അറേഞ്ച് ചെയ്തത്. അതിനുശേഷം ഹെൻറി മോസ്ലി എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് വന്നു. അദ്ദേഹം എന്താ ചെയ്തത്? എലമെൻസിന് അവരുടെ അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന ക്രമത്തിലാണ് പീരിയോഡിക് ടേബിളിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഫോളോ ചെയ്യുന്ന പീരിയോഡിക് ടേബിൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന രീതിയിലാണ് എലമെൻസിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി വരുന്നതാണ് പീരിയോഡിക് ലോ. പീരിയോഡിക് ലോ എന്ന് കേൾക്കുമ്പോൾ തന്നെ പീരിയോഡിക് ടേബിളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ലോ ആണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഈ ലോ എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല. ഈ എലമെൻസിനെ അവയുടെ അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ അവയുടെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസിൽ കുറച്ച് പ്രത്യേകതകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനെയാണ് പീരിയോഡിക് ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം. ഒരു പീരിയോഡിക് ടേബിൾ എടുത്താൽ അതിനകത്ത് ഒരു എലമെൻറ്റ് ഉണ്ടാകും, എലമെൻറ്റിൻ്റെ സിമ്പൽ ഉണ്ടാവും, ആ സിമ്പലിൻ്റെ മുകളിലായിട്ടൊരു നമ്പർ ഉണ്ടാവും, അത് അതിൻ്റെ അറ്റോമിക് നമ്പറാണ്. ആ സിമ്പലിൻ്റെ താഴെ ആ എലമെൻറ്റിൻ്റെ പേര് കാണും, അതിനും താഴെയായിട്ട് പിന്നെയും നിങ്ങൾക്കൊരു നമ്പർ കാണാൻ പറ്റും, അതെന്ന് പറയുന്നത് ആ എലമെൻറ്റിൻ്റെ മാസ്സാണ്. ഓക്കെ, ഇനി 4 കെമിക്കൽ ഗ്രൂപ്പ്സ്, പീരിയോഡിക് ടേബിളിൽ വരുന്ന 4 കെമിക്കൽ ഗ്രൂപ്പുകളാണ് ആൽക്കലി മെറ്റൽസ്, ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്, ഹാലോജൻസ്, അതുപോലെ നോബിൾ ഗ്യാസസ്. അപ്പോൾ ഈ ഓരോ എലമെൻസും ജസ്റ്റ് പഠിക്കാൻ പറ്റുന്നവർ മാക്സിമം ആ എലമെൻസിൻ്റെ പേരൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കാം. ഇനി വരുന്ന വേറൊരു വിഭാഗം ആൾക്കാരാണ് ട്രാൻസിഷൻ എലമെൻറ്റ്സ്. ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ പീരിയോഡിക് ടേബിളിൽ ഗ്രൂപ്പ് 3 തുടങ്ങി ഗ്രൂപ്പ് 12 വരെയുള്ള ആൾക്കാരെയാണ് നമ്മൾ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ട്രാൻസിഷൻ എലമെൻറ്റ്സിന് കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് നോക്കി വയ്ക്കുക കേട്ടോ.
വേറൊരു വിഭാഗം ആൾക്കാരാണ് സ്യൂഡോ ട്രാൻസിഷൻ എലമെൻറ്റ്സ്. സ്യൂഡോ ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനം, അതായത് ഗ്രൂപ്പ് 3 തുടങ്ങി 12 വരെയാണല്ലോ ട്രാൻസിഷൻ എലമെൻറ്റ്സ്. അതിൽ 12th ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരെയാണ് നമ്മൾ സ്യൂഡോ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതായത് അവർ കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസിഷൻ എലമെൻറ്റ്സിൻ്റെ പ്രത്യേകതകളൊന്നും കാണിക്കുന്നില്ല, കുറച്ചൊക്കെ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവരെ നമ്മൾ സ്യൂഡോ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്നാണ് പറയാം. സോ ആ ഒരു 12th ഗ്രൂപ്പിൽ വരുന്ന എലമെൻറ്റ്സിൻ്റെ പേരുകളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക, ചിലപ്പോൾ ഓഡ് 1 ആയിട്ട് ചോദിക്കും. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് പീരിയോഡിക് ടേബിളിൽ കാണുന്ന ട്രെൻഡ്സുകളാണ്. ട്രെൻഡ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രത്യേകതകൾ നമുക്ക് പീരിയോഡിക് ടേബിളിൽ കാണാനായിട്ട് പറ്റും. ആദ്യത്തേതാണ് അറ്റോമിക് റേഡിയസ്. അപ്പോൾ ആ അറ്റോമിക് റേഡിയസ് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പീരിയോഡിക് ടേബിൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു ഗ്രൂപ്പ് എടുത്താൽ താഴേക്ക് വരും തോറും എന്താ സംഭവിക്കുന്നത്, ആ ഒരു എലമെൻറ്റിൻ്റെ അല്ലെങ്കിൽ അതിലുള്ള ആറ്റംസിൻ്റെ റേഡിയസ് കൂടിയാണ് വരുന്നത്. അതുപോലെ റോ എടുക്കുകയാണെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകും തോറും എന്താ സംഭവിക്കുന്നത്, റേഡിയസ് കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ റേഡിയസ് കൂടുന്നു, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ റേഡിയസ് കുറയുന്നു. ഓക്കെ, ഇതാണ് അറ്റോമിക് റേഡിയസ് ട്രെൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഫിഗറിൽ അത് ക്ലിയർ ആണ്. താഴേക്ക് വരുന്തോറും എന്താണ് റേഡിയസ് അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ സൈസ് കൂടി വരികയാണ്. ആറ്റത്തിൻ്റെ സൈസ് കൂടുക എന്ന് പറഞ്ഞാൽ എന്താണ്, റേഡിയസ് കൂടുന്നതുകൊണ്ടാണ്. ഓക്കെ, ഇനി ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്നതോറും എന്താ സംഭവിക്കുന്നത്, ആ സൈസ് കുറഞ്ഞാണ് വരുന്നത്, അല്ലെങ്കിൽ റേഡിയസ് അവിടെ കുറയുവാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ട്രെൻഡ്സ് ഇൻ അറ്റോമിക് സൈസ്. നമ്മളിപ്പോൾ തന്നെ പറഞ്ഞതാണ്, താഴേക്ക് വരുന്തോറും സൈസ് കൂടുന്നു, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്നതോറും സൈസ് കുറയുന്നു. ഓക്കെ, നെക്സ്റ്റ് അയോണിക് റേഡിയസ് ട്രെൻഡ്. അതായത് നമുക്ക് എലമെൻസിനെ മെറ്റൽസ്, നോൺ മെറ്റൽസ് എന്നൊക്കെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. മെറ്റൽസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മെറ്റൽസിൽ പ്രോട്ടോൺസ് ആയിരിക്കും കൂടുതൽ, അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജസ് ആയിരിക്കും കൂടുതൽ, ഇലക്ട്രോൺസ് കുറവായിരിക്കും. എന്ന് വെച്ചാൽ അവരുടെ റേഡിയസ്, ഇലക്ട്രോൺസ് ആണ് ഒരു ആറ്റത്തിൻ്റെ സൈസ് കൊടുക്കുന്നത്. സോ ഇലക്ട്രോൺസ് മെറ്റൽസിൽ കുറവാണ്, അല്ലെങ്കിൽ മെറ്റൽസിൽ നിന്നും ഇലക്ട്രോൺസ് പോകുവാണ്. അങ്ങനെ വരുമ്പോൾ അവരുടെ അയോണിക് റേഡിയസ് കുറവായിരിക്കും. നോൺ മെറ്റൽസ് ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇലക്ട്രോൺസിന് ഗെയിൻ ചെയ്യുന്ന ആളുകളാണ് ഈ നോൺ മെറ്റൽസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇലക്ട്രോൺസിനെ സ്വീകരിക്കുന്നവരായതുകൊണ്ട് തന്നെ അവരുടെ റേഡിയസ് അല്ലെങ്കിൽ അയോണിക് റേഡിയസ് എന്താണ്, കൂടുവാണ് ചെയ്യുന്നത്. ഇനി ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള ആറ്റത്തിൻ്റെ ടെൻഡൻസിനെയാണ് നമ്മൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയാം. ഇനി നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞാണ് വരുന്നത്. ഓക്കെ, കാരണം എന്താ, അറ്റോമിക് സൈസ് കൂടി വരികയാണ്. അങ്ങനെ വരുമ്പോൾ അട്രാക്ഷൻ കുറയുന്നു, ഇലക്ട്രോണെ അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കുറയുവാണ് ചെയ്യുന്നത്. സോ ഇലക്ട്രോ നെഗറ്റിവിറ്റി താഴേക്ക് വരുന്തോറും കുറയുന്നു. അതുപോലെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നന്നായി എല്ലാവർക്കും പഠിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക്